ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദ ഗുരുഭ്യോ നമ. ഓം സകല ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരി ഓം. ശ്രീമദ് നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അജാമിളോപാഖ്യാനം എന്ന നാരായണീയത്തിലെ 22ാമത്തെ ദശകമാണ്. 4 ശ്ലോകങ്ങൾ വിശദീകരിച്ച് പഠിച്ചു കഴിഞ്ഞു. 5ാമത്തെ ശ്ലോകം മുതൽ ഇന്ന് പഠിക്കാൻ എത്ര ശ്ലോകം എടുക്കാൻ പറ്റുമോ അത്ര എടുക്കാം. ആദ്യം നമുക്ക് ഓരോ ശ്ലോകം വായിച്ച് പിരിച്ചു പറഞ്ഞ് അർത്ഥം പറഞ്ഞു പോകാം. ശ്ലോകം 5. അമും ച സംഭാഷ്യ വികർഷതോ പടാൻ വിമുഞ്ചതേത്യാരുരുധൂർബലാദമീ നിവാരിതാസ്തേജഭവജ്ജനൈസ്തദാ തദീയപാപം നിഖിലം നിവേദയന്ന. അമും ച സംഭാഷ്യ വികർഷതഃ പടാൻ വിമുഞ്ചതേ ഇതി ആരുരുതുഃ ബലാദ് അമീ നിവാരിതാഃ തേ ച ഭവത് ജനൈഃ തദാ തദീയപാപം നിഖിലം നിവേദയൻ. ഇതാണ് വാക്കുകൾ. ഇനി വായിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അമും ച സംഭാഷ്യ വികർഷതോ പടാൻ വിമുഞ്ചതേത്യാരുരുധൂർബലാദമീ നിവാരിതാസ്തേജ ഭവജ്ജനൈസ്തദാ തദീയപാപം നിഖിലം നിവേദയന്ന. അമും എന്ന് പറഞ്ഞാൽ ഇവനെ, ആരെ? നമ്മുടെ അജാമിളനെ. സംഭാഷ്യ, പാശം എന്ന് പറഞ്ഞാൽ കയറ്. സംഭാഷ്യ കയറാൽ ബന്ധിക്കപ്പെട്ട് പാശബദ്ധനാക്കി. വികർഷത ഭടാൻ, ഭടന്മാരാൽ കർഷിക്കുന്നത് കണ്ടു. വികർഷിക്കുക, വിശേഷണാൽ കർഷിക്കുക എന്ന് പറഞ്ഞാൽ വലിക്കുക. അപ്പോൾ നമ്മൾ കലപ്പ കൊണ്ട് ഭൂമി ഉഴുന്നത് കൊണ്ടാണ് അത് ചെയ്യുന്നവനെ കർഷകനെന്നും ആ ജോലിയെ കൃഷി എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഇവിടെ കർഷിക്കുക എന്ന് പറഞ്ഞാൽ വലിച്ചിഴയ്ക്കുക. അപ്പോൾ ഭടന്മാർ വന്ന് വലിച്ചിഴച്ചുകൊണ്ട് കയറ് കെട്ടി, കയറാൽ ബദ്ധനാക്കി വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന സമയത്ത്, അപ്പോൾ അതിന് മുമ്പത്തെ ശ്ലോകത്തിൽ 4ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ് നമ്മൾ ഭഗവാന്റെ പാർഷദന്മാർ, ആ നാരായണ എന്ന നാമം വിളിച്ചപ്പം പാർഷദന്മാരവിടെ എത്തി. ആ പാർഷദന്മാർ വിമുഞ്ചതേ, മുഞ്ചത എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കുക. വിമുഞ്ചതേ വിശേഷാൽ മോചിപ്പിച്ചു. ആരുരുതുഹു ബലാദ് അമീ എന്ന് പറഞ്ഞാൽ ഇവർ, ഈ പാർഷദന്മാർ. ആരുരുതു നിരോധിച്ചു. ബലാദ് എന്ന് പറഞ്ഞാൽ ബലാത്കാരേണ. അപ്പോൾ ഈ ഭടന്മാർ വന്നു കൊണ്ടുപോകുന്നത് കണ്ടിട്ട് ഭഗവാന്റെ പാർഷദന്മാർ അദ്ദേഹത്തെ മോചിപ്പിച്ചു, ബലമായിട്ട് മോചിപ്പിച്ചു. വിമുഞ്ചതേ, വിട്ടയക്കൂ, മോചിപ്പിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് നിവാരിതാസ്തേ, തേ എന്ന് പറഞ്ഞാൽ അവർ, നിവാരിതാഹ എന്ന് പറഞ്ഞാൽ നിവാരണം ചെയ്തു. ഭവത് ജനൈഹി തഥാ, അപ്പോൾ അങ്ങയുടെ ആൾക്കാർ, ജനങ്ങൾ, തഥാ എന്ന് പറഞ്ഞാൽ അപ്പോൾ. അപ്പം ആ കിങ്കരന്മാർ വന്ന് വലിച്ചഴിച്ച്, ഭടന്മാർ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഭഗവാന്റെ പാർഷദന്മാരായ ഇവർ അതിനെ തടഞ്ഞു. രുരോധു, ആരുരുതു എന്നാണ് വാക്ക്. അപ്പം വിമുഞ്ചതഃ ഇതി ആരുരുതുഹു ബലാദ് അമീ എല്ലാം കൂടെ ചേർന്ന് ഒറ്റ പദമാക്കി. വിമുഞ്ചതേത്യാരുരുധൂർബലാദമീ, ഒറ്റപ്പദം. അതിൽ ഒന്നും വിട്ടുപോകാതെ ശരിക്കും പറയണം. അതിനാണ് വീണ്ടും പറയുന്നത്. ആ ജനങ്ങൾ, ഭഗവാന്റെ ജനങ്ങൾ വന്ന് തടഞ്ഞു. പാർഷദന്മാർ വന്ന് ബലാത്കാരേണ തടഞ്ഞു.
തദീയ പാപം നിഖിലം നിവേദേ. അപ്പോൾ തടഞ്ഞപ്പോൾ ഈ കിങ്കരന്മാർ അല്ലെങ്കിൽ ഭടന്മാർ തദീയ പാപം, തദീയ എന്ന് പറഞ്ഞാൽ അവൻ്റെ പാപത്തെ മുഴുവൻ, നിഖിലം മുഴുവൻ, പാപത്തെ മുഴുവൻ നിവേദിച്ചു എന്ന് പറഞ്ഞാൽ നിവേദനം ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാം അറിയിച്ചു. എന്തൊക്കെ ഇവൻ പാപം എന്തിനാണ് മോചിപ്പിക്കുന്നത്, ഇവൻ എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, പാപിയല്ലേ. അപ്പോൾ ഈ അദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു എന്നർത്ഥം. അമും ച സംഭാഷ്യ വികർഷതോ പടാൻ വിമുഞ്ചതേത്യാരുരു ദുർബലാദമീ നിവാരിതാസ്തേജ ഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം നിവേദയന്ന. അവനെ കയർ കൊണ്ട് കെട്ടിവലിക്കുന്ന യമകിങ്കരന്മാരോട് അജാമിളനെ സ്വതന്ത്രനാക്കാൻ വിഷ്ണുദൂതന്മാർ ആജ്ഞാപിക്കുകയും ബലമായി അവനെ സ്വതന്ത്രനാക്കുകയും ചെയ്തു. അങ്ങയുടെ കിങ്കരന്മാർ തടയപ്പെട്ടവരായ യമദൂതന്മാർ അജാമിളൻ്റെ സമസ്ത പാപത്തെയും വിഷ്ണുദൂതന്മാരോടായി വിവരിച്ച് കേൾപ്പിച്ചു. അപ്പോൾ വിഷ്ണുദൂതന്മാർക്ക് അറിയാൻ മേലാത്തതല്ലല്ലോ, ഭഗവാനും എല്ലാം കാണുന്നുണ്ട്. ഈ യമദൂതന്മാർക്കും അവർക്കും നമ്മുടെ CCTV പോലെ ഇങ്ങനെ സാക്ഷികളെയൊക്കെ വെച്ചിട്ടുണ്ട് ഭഗവാൻ. 13 സാക്ഷികളുണ്ടെന്ന് ഭാഗവതം 6-ാം സ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പോയി നോക്കുക. അപ്പോൾ 13 സാക്ഷികൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് മുഴുവൻ അങ്ങ് നിരത്തി വെച്ചു, പറഞ്ഞു കൊടുത്തു. എന്തിനാണ് വിടുന്നത്, ഇവൻ ഇങ്ങനെയുള്ള പാപങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പാർഷദന്മാരെന്ത് പറഞ്ഞു എന്ന് നോക്കാം. 6-ാമത്തെ ശ്ലോകത്തിൽ ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേ വിഭോ ദണ്ഡനമസ്തി പണ്ഡിതാഃ ന നിഷ്കൃതി കിം വിദിതാ ഭവാദൃശാം ഇതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ. ഇനി വരുന്ന 4 ശ്ലോകങ്ങളിലും ഇതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ, ഇപ്രകാരം അങ്ങയുടെ പാർഷദന്മാർ ഭാഷണം ചെയ്തു. ബഭാഷിരേ ഭാഷണം ചെയ്തു, അല്ലെങ്കിൽ ഭാഷിച്ചു, പറഞ്ഞു എന്നൊക്കെ അർത്ഥം. അപ്പം ഇങ്ങനെ പറഞ്ഞു എന്നാ ഇനി 4 ശ്ലോകത്തിൻ്റെ ലാസ്റ്റ് ലൈൻ വരുന്നത്. അപ്പം എങ്ങനെ പറഞ്ഞു എന്ന് അതിൻ്റെ ആദ്യം വിവരിക്കും. അപ്പം ഈ ശ്ലോകത്തിൽ ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേ അപി ഭോ എന്നുള്ളത് സംബോധനയാണ്. ദണ്ഡനം അസ്തി പണ്ഡിതാഹ, അല്ലയോ പണ്ഡിതന്മാരെ. ഈ യമഭടൻ്റെ യമരാജാവിൻ്റെ ഭടന്മാരൊക്കെ ഭയങ്കര പണ്ഡിതന്മാരാണ്. അപ്പോൾ അല്ലയോ പണ്ഡിതന്മാരെ എന്ന് വിളിച്ചിട്ട് ചോദിക്കുക. ഭവന്തു പാവാനി, പാപ അവിടെ നിൽക്കട്ടെ. കഥം തു നിഷ്കൃതി എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം അല്ലെങ്കിൽ പരിഹാരം. അപ്പം ആ കൃതേ അഭി, ഈ പശ്ചാത്താപം പരിഹാരം എല്ലാം ചെയ്തിട്ടും, അതാണ് കൃതേപി ചെയ്തിട്ടും എന്ന്. കഥം തു എന്തിനാണ്, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ശിക്ഷിക്കാൻ പറ്റും. ദണ്ഡനം ശിക്ഷ. അപ്പോൾ എല്ലാ പരിഹാരവും ചെയ്തു കഴിഞ്ഞു. പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ ദണ്ഡനമില്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, പണ്ഡിതന്മാരായ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാം എങ്ങനെയാണ് പ്രായശ്ചിത്തം ചെയ്തത് അജാമിളൻ? നാരായണ എന്ന പേര് അല്ലേ, പേടിച്ചിട്ടാണെങ്കിലും ആ നാരായണനെ വിളിച്ചില്ലേ. അപ്പം അതുകൊണ്ടല്ലേ ഭഗവാന്റെ പാർഷദന്മാർ വന്നത്, രക്ഷിച്ചതും. അപ്പം നിങ്ങൾക്കറിഞ്ഞുകൂടെ, ഒരു പ്രാവശ്യം പാപങ്ങൾ പ്രായശ്ചിത്തം ചെയ്താൽ പിന്നെ ശിക്ഷയില്ല, ശിക്ഷ വിധിക്കാൻ പാടില്ല. അപ്പോൾ ദണ്ഡനം വേണ്ട, കൊടുക്കണ്ടെന്ന് അറിഞ്ഞുകൂടെ പണ്ഡിതന്മാരെ എന്ന് ചോദിച്ചു. ന നിഷ്കൃതി കിം വിദിത ഭവാദൃശാം. അപ്പം ന നിഷ്കൃതി, പ്രായശ്ചിത്തം ചെയ്തില്ലേ, കിം വിദിത, അതായത്
അതറിയത്തില്ലേ നിങ്ങൾക്ക്? പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ദണ്ഡനമില്ലെന്ന്. നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് അതാണ് ഭവാദൃശാം അങ്ങയെപ്പോലുള്ളവർക്ക് ഇതി പ്രഭോ ത്വത്പുരുഷ ബഭാഷിരേ, ഇപ്രകാരം അങ്ങയുടെ പാർഷദന്മാർ പറഞ്ഞു. എന്താണ് ചോദിച്ചത്? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ദണ്ഡനം വിധിക്കുന്നത്? ഈ അജാമിളന് ദണ്ഡം കൊടുക്കേണ്ട ആവശ്യം എന്താണ്? എന്ത് അടിസ്ഥാനത്തിലാണ്? കഥം തു നിഷ്കൃതി എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം, കൃതേ എന്ന് പറഞ്ഞാൽ ചെയ്യുക. അപ്പോൾ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ കഥം, എങ്ങനെ പ്രായശ്ചിത്തം ചെയ്ത് ഒരാൾക്ക് എങ്ങനെ ദണ്ഡനം കൊടുക്കാൻ സാധിക്കും? അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ? അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ദണ്ഡനത്തെ വിധിക്കുന്നത്? പ്രായശ്ചിത്തം ചെയ്ത് ഒരാളെ ഒരിക്കലും ദണ്ഡിക്കാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? എന്ന് പണ്ഡിതന്മാരായ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ നിഷ്കൃതിക്കും വിദിത ഭവാദൃശാം. അപ്പം എന്തുകൊണ്ടാണ് അല്ലയോ പണ്ഡിതന്മാരെ, നിങ്ങളാൽ വിവരിക്കപ്പെട്ട പാപങ്ങൾക്ക് അവൻ പരിഹാരമായി ഹരിനാമോച്ചാരണം, ഹരേ നാരായണ എന്ന് വിളിച്ചു. ഹരിയുടെ പേര് ഹരേഹേ എന്ന് പറഞ്ഞില്ലേ? ഹരിയുടെ ആ പേര്, ഭഗവാന്റെ പേര് വിളിച്ചില്ലേ? അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും നശിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ ദണ്ഡിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പാപങ്ങൾക്ക് പരിഹാരമായി ഹരിനാമോച്ചാരണമാകുന്ന പ്രായശ്ചിത്തം അവൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ശിക്ഷ അനുഭവിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ് എന്നാ ചോദിച്ചത്. അപ്പോൾ യവധർമ്മ രാജാവിൻ്റെ കിങ്കരന്മാർ നിങ്ങൾ പ്രായശ്ചിത്ത വിധി അറിയുന്നില്ലയോ എന്നാ ചോദിച്ചത്. കിം വിദിത, നിങ്ങൾക്കറിയില്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് യമദൂതന്മാരോട് അങ്ങയുടെ കിങ്കരന്മാർ, അങ്ങയുടെ പാർഷദന്മാർ സംഭാഷണം ചെയ്തു. ഇതി പ്രഭോ അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ പാർഷദന്മാർ ഇപ്രകാരം പറഞ്ഞു, അല്ലെങ്കിൽ ഭാഷണം ചെയ്തു. അടുത്ത ശ്ലോകം 6-7. ശ്രുതി സ്മൃതിഭ്യാം വിഹിതാവ്രതാദയഃ പുനന്തി പാപം ലുനന്തി വാസനാം അനന്തസേവാതു നികൃന്ദതി ദ്വയീം ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. 7ാമത്തെ ശ്ലോകത്തിലും ശ്രുതിസ്മൃതികളിൽ വിഹിത പ്രായശ്ചിത്തം, വ്രതാദയ വ്രതങ്ങളൊക്കെ കൊണ്ട് പുനന്തി പാപം, പുനന്തി എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, പാപത്തെ നശിപ്പിക്കുന്ന പല ഉപാധികളും വ്രതങ്ങളും പ്രായശ്ചിത്തങ്ങളും ശ്രുതിസ്മൃതികളിലൊക്കെ ഉണ്ട്. പക്ഷേ ലുനന്തി വാസന, അത് വാസനകളെ നശിപ്പിക്കുന്നില്ല, വെറും പാപത്തെ മാത്രമേ നശിപ്പിക്കുന്നുള്ളൂ. പിന്നെ എന്താണ് രണ്ടിനെ നശിപ്പിക്കുന്നതെന്ന് അടുത്ത വരിയിൽ അനന്തസേവാതു നികൃന്ദതി ദ്വയീം, അത് രണ്ടിനെയും ഇല്ലാതെയാക്കുന്ന കൃന്ദനം ചെയ്യുന്ന, മുറിച്ച് കളയുക, നശിപ്പിക്കുക. അപ്പം നികൃന്ദതി, നിശേഷം കൃന്ദതി എന്ന് പറഞ്ഞാലോ മുറിച്ച് കളയുന്നു, ഇല്ലാതെയാക്കുന്നു. എന്താണ് അത് രണ്ടിനെയും നശിപ്പിക്കുന്നത്? പാപത്തെയും വാസനയെയും നശിപ്പിക്കുന്നത് അനന്തസേവയാകട്ടെ. അതാണ് അനന്തസേവാത്തു. അനന്തസേവ നാരായണ സേവ തന്നെ. ഭഗവാനെ ഭക്തിയോടെ സേവിക്കുകയാണെങ്കിൽ രണ്ടും നശിച്ചു പോകും. പാപവും നശിക്കും, പിന്നെ പാപവാസനയും നശിക്കും. ഇതി പ്രഭോ ത്വൽപുരുഷാവ ഭാഷ, അങ്ങയുടെ ഭാഷതന്മാർ ഇപ്രകാരം പറഞ്ഞു, ഭാഷിച്ചു എന്ന 7ാമത്തെ ശ്ലോകത്തിൽ. ശ്രുതി സ്മൃതിഭ്യാം വിഹിതാവ്രതാദയഃ പുനന്തി പാപം ലുനന്തി വാസനാം. പുനന്തി എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നു, ലുനന്തി നശിപ്പിക്കാനാണ്. പക്ഷെ ലുനന്തി എന്ന് നായുണ്ടായില്ല, അപ്പം നശിപ്പിക്കുന്നില്ല എന്നർത്ഥം.
അനന്തസേവാതു നിഹൃന്തതി ദ്വയീം ദ്വയം രണ്ട്, രണ്ടിനെയും ദ്വയീം രണ്ടിനെയും ഇതി പ്രഭോ ത്വത്പുരുഷ ബഭാഷിരേ. ശ്രുതികളിലും സ്മൃതികളിലും വിധിക്കപ്പെട്ടിരിക്കുന്ന വ്രതാദികൾ പാപത്തെ നശിപ്പിക്കുന്നു, പക്ഷേ പാപവാസനയെ നശിപ്പിക്കുന്നില്ല. എന്നാൽ സേവയാകട്ടെ, ഭഗവാനെ സേവിക്കുക, ഭഗവാനെ ഭക്തിയോടുകൂടി സേവിച്ചാൽ പാപത്തെയും പാപവാസനയെയും ഉന്മൂലനാശം ചെയ്യുന്നു. അപ്പോൾ രണ്ടിനെയും നശിപ്പിക്കുന്നു എന്നിങ്ങനെ അങ്ങയുടെ ഭാഷകന്മാർ പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം കൂടി എടുക്കാം നമുക്ക്, എട്ടാമത്തെ. അനേന ഭോ ജന്മസഹസ്രകോടിഭിഃ കൃതേഷു പാവേഷു അഭിനിഷ്കൃതി കൃതാ യദഗ്രഹീന്നാമ ഭയാകുലോ ഹരേഃ ഇതി പ്രഭോ ത്വത്പുരുഷ ബഭാഷിരേ. അനേന ഭോഹോ, ഭോ എന്ന് പറഞ്ഞാൽ യമഭടന്മാരെ വിളിച്ച സംബോധനയാണ്. ജന്മസഹസ്രകോടിഭിഃ കൃതേഷു പാപേഷു അഭി, പാപേഷു അഭി പാപേഷു അഭി നിഷ്കൃതിഃ കൃതാ യത് അഗ്രഹീത് നാമ, യത് അഗ്രഹീത് നാമ, യദഗ്രഹീൻ നാമ, ഒറ്റപ്പദം. യത് അഗ്രഹീത് നാമ, ത പ്ലസ് നാ വന്നപ്പോൾ അത് ഇന്നായി മാറി, സന്ധി നിയമം. ഭയാകുലോ ഹരേഹേ ഇതി പ്രഭോ ത്വത്പുരുഷ ബഭാഷിരേ. അനേന എന്ന് പറഞ്ഞാൽ ഇവനാൽ, ഇവനാൽ അനേന ആരാ? അജാമിളനാൽ. ഭോഹോ എന്ന് പറഞ്ഞാലോ, അല്ലയോ യമഭടന്മാരെ, അവരെയാണ് വിളിച്ചത്. ഇവനാൽ ജന്മസഹസ്രകോടിഭിഃ, ജന്മം സഹസ്രം എന്ന് പറഞ്ഞാൽ 1000, കോടി കോടി തന്നെ. അപ്പോൾ 1000 കോടി ജന്മാന്തരങ്ങളിൽ കൃതേഷു പാപേഷു, ആ ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങൾ എന്നർത്ഥം. കൃതേഷു പാപേഷു, ചെയ്ത പാപങ്ങളിൽ, എല്ലാ പാപങ്ങളും എന്നർത്ഥം. അഭി നിഷ്കൃതികൃതാഹ, ഈ പാപങ്ങൾ അനേകം സഹസ്രകോടി ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾക്കെല്ലാം പ്രായശ്ചിത്തം അല്ലെങ്കിൽ പരിഹാരം, നിഷ്കൃതി എന്ന് പറഞ്ഞാൽ പരിഹാരം അല്ലെങ്കിൽ പ്രായശ്ചിത്തം, കൃത ചെയ്തു. യത് എന്തെന്നാൽ അഗ്രഹീത് നാമ ഭയാകുലോ ഹരേഹേ. അഗ്രഹീത് എന്ന് പറഞ്ഞാലോ, യത് എന്തെന്നാൽ, ഗ്രഹീത് എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുക, അഗ്രഹീത് എന്ന് പറഞ്ഞാലോ ഗ്രഹിച്ചു. എന്ത്? നാമം. ഏത് നാമം? ആ ഭഗവാന്റെ പേര് നാരായണ എന്ന്. ഭയാകുലഹ, ഭയം കൊണ്ടാണെങ്കിൽ പോലും, ഭയാകുലനായിട്ടാണെങ്കിൽ പോലും, ഹരേഹേ ഹരിയുടെ പേര് ചൊല്ലി അവൻ ഈ ജന്മാന്തരങ്ങളിൽ 1000 കോടി ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങളെല്ലാം നശിപ്പിച്ചിരിക്കുന്നു. പിന്നെ എന്തിനാണ് ദണ്ഡം കൊടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അനേന ഭോ ജന്മ സഹസ്രകോടിഭിഃ കൃതേഷു പാവേഷു അഭിനിഷ്കൃതി കൃതാ യദഗ്രഹീൻ നാമ ഭയാകുലോ ഹരേഹേ ഇതി പ്രഭോ ത്വത്പുരുഷ ബഭാഷിരേ. ഒരൊറ്റ നാമം ചൊല്ലിയതുകൊണ്ട്, നാരായണ എന്നൊന്ന് നീട്ടി വിളിച്ചതുകൊണ്ട് ഇത്രയും മഹിമ, ഭഗവാന്റെ മഹിമ ഉണ്ടായെങ്കിൽ ഹരിനാമ കീർത്തനം മുഴുവനും ചൊല്ലിയാൽ എന്തായിരിക്കും ഗുണം അല്ലേ? അപ്പോൾ അനേന അപ്പോൾ ഭയാകുലനായ ഇവൻ മരണസമയത്ത് പരവശനായിട്ടാണെങ്കിലും മറ്റു പ്രകാരമോ എന്തെങ്കിലും ചെയ്തിട്ട്, അപ്പം നമ്മളില്ലേ നടന്നു പോകുമ്പോൾ വീഴാൻ തുടങ്ങുമ്പോഴും തുമ്മൽ വരുമ്പോൾ തുമ്മുമ്പോഴും നമ്മൾക്ക് എന്തെങ്കിലും ഇത് വരുമ്പോഴെല്ലാം നമ്മൾ ഭഗവാനെ പറഞ്ഞാൽ, നമ്മളെ മുത്തശ്ശിമാർ പണ്ട് കുഞ്ഞുങ്ങളെ തുമ്മുമ്പോൾ ഹരികൃഷ്ണ എന്ന് പറയും, അല്ലെങ്കിൽ എന്താ പറയുക, നാരായണ എന്ന് പറയും, ഭഗവാന്റെ പേര് പറയുമായിരുന്നു. ഹരികൃഷ്ണ എന്നാണ് പറയാറ്. അതെന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ തുമ്മുമ്പോൾ നമ്മുടെ ശ്വാസം, ആ ഒരു തുമ്മൽ കൊണ്ട് ചിലപ്പം നമ്മുടെ ശ്വാസം നിലച്ച് പോകാം ഇല്ലേ?
അപ്പോൾ വീഴാൻ പോകുമ്പോൾ ആ വീഴ്ചയിൽ നമ്മൾ മരിച്ചു പോകാം. അപ്പോൾ ലാസ്റ്റ് ആ ഭഗവാന്റെ പേര് പറഞ്ഞിട്ട് പോയാൽ ഇപ്പം ഈ പറഞ്ഞ പോലെയുള്ള ഗുണങ്ങളുണ്ടാകും. അതാണ്. അപ്പം പേടിച്ചിട്ടാണെങ്കിലും അജാമിളൻ നാരായണ നാമം ചൊല്ലിയപ്പം അജാമിളനെ ഡയറക്റ്റ് മോക്ഷം കിട്ടി ഇല്ലേ? ഭഗവാൻ തന്നെ വന്ന് യമൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് രക്ഷിച്ചു, മോക്ഷം കൊടുത്തു എന്ന് പറഞ്ഞ പോലെ അതാണ് ഇവിടെ പറഞ്ഞത്. ഭയാകുലനായിട്ടാണെങ്കിലും ഇവൻ മരണസമയത്ത് പരവശനായിട്ട് മറ്റു പ്രകാരം എന്ത് ചെയ്തിട്ടാണെങ്കിലും ചെയ്ത നാമോച്ചാരണം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രം, ആ 4 അക്ഷരത്തിൻ്റെ മഹിമ കൊണ്ട് മാത്രം 1000 കോടി ജന്മങ്ങളിൽ ചെയ്ത പാപത്തിൻ്റെ പ്രായശ്ചിത്തമായി കഴിഞ്ഞു. അപ്പം അല്ലയോ പ്രഭോ, അങ്ങയുടെ കിങ്കരന്മാർ ഇപ്രകാരം പറഞ്ഞു എന്ന് ഇതി പ്രഭോ പുരുഷാബഭാഷിരേ. ഇത്രയും നമുക്കൊരു പ്രാവശ്യം കൂടെ വായിച്ചിട്ട് അർത്ഥമൊന്ന് പെട്ടെന്ന് നോക്കിപ്പാ. ശ്ലോകം 5 മുതൽ. അമും ച സംഭാഷ്യ വികർഷതോ പടാൻ വിമുഞ്ചതേത്യാരുരുദുർബലാദമീ നിവാരിതാസ്തേജഭവജ്ജനൈസ്തഥാ തദീയ പാപം നിഖിലം നിവേദയൻ. അവനെ കയറുകൊണ്ട് കെട്ടിവലിക്കുന്ന യമകിങ്കരന്മാരോട് അജാമിളനെ സ്വതന്ത്രനാക്കാൻ വിഷ്ണുദൂതന്മാർ ആജ്ഞാപിക്കുകയും ബലമായി അവനെ സ്വതന്ത്രനാക്കുകയും ചെയ്തു. അങ്ങയുടെ കിങ്കരന്മാരാൽ തടയപ്പെട്ടവരായ യമദൂതന്മാർ അജാമിളൻ്റെ സമസ്ത പാപത്തെയും വിഷ്ണുദൂതന്മാരോടായി വിവരിച്ചു കേൾപ്പിച്ചു. അതാണ് നിവേദ എന്ന് പറഞ്ഞത്. അടുത്ത ശ്ലോകം. ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേ വിഭോ ദണ്ഡനമസ്തി പണ്ഡിതാഃ ന നിഷ്കൃതി കിം വിദിതാ ഭവാദൃശാം ഇതി പ്രഭോ ത്വത്പുരുഷാഭവാഷിരേ. ഭവാദൃശാമിതി എന്നൊന്നിച്ചും പറയാം. അപ്പം ഭവാദൃശാമിതി മീ വരും അവിടെ. അല്ലയോ പണ്ഡിതന്മാരെ, നിങ്ങളാൽ വിവരിക്കപ്പെട്ട പാപങ്ങൾക്ക് പരിഹാരമായി ഹരിനാമോച്ചാരണമാകുന്ന പ്രായശ്ചിത്തം അവൻ ചെയ്തു കഴിഞ്ഞു. പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ശിക്ഷ അനുഭവിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? യമധർമ്മരാജാൻ്റെ കിങ്കരന്മാരായ നിങ്ങൾ പ്രായശ്ചിത്ത വിധി അറിയുന്നില്ലയോ എന്നിങ്ങനെ ഭവൽ കിങ്കരന്മാർ യമദൂതരോട് ഭാഷണം ചെയ്തു എന്ന്. അടുത്ത ശ്ലോകം. ശ്രുതി സ്മൃതിഭ്യാം വിഹിത വ്രതാദയഃ. വ്രതങ്ങൾ ശ്രുതിയിലും സ്മൃതിയിലും ഒക്കെ പല വ്രതങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്തസേവാതു നികൃന്തതിദ്വയും. കൃന്ദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മുറിച്ച് കളയുക. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. നികൃന്തതി എന്ന് പറഞ്ഞാൽ നിശേഷം അല്ലെങ്കിൽ നല്ല പോലെ കൃന്ദനം ചെയ്യുക എന്നർത്ഥം. ഇതി പ്രഭോ പുരുഷാഭഭാഷിരേ. ഇവിടെ നികൃന്തതി ദ്വയീമിതി. ദ്വയി ഒന്നിച്ച് പറയുവാണെങ്കിൽ ദ്വയീമിതി മാ വരും അവിടെ. അല്ലെങ്കിൽ ദ്വയീം എന്ന് നിർത്തിയിട്ട് ഇതി പ്രഭു എന്ന്. അപ്പോൾ ശ്രുതികളിലും സ്മൃതികളിലും വിധിക്കപ്പെട്ടിരിക്കുന്ന വ്രതാദികൾ പാപത്തെ നശിപ്പിക്കുന്നു, പക്ഷേ പാപവാസനയെ നശിപ്പിക്കുന്നില്ല. എന്തെന്നാൽ ഭഗവത് സേവയാകട്ടെ പാപത്തെയും പാപവാസനയെയും ഉന്മൂലന നാശം ചെയ്യുന്നു എന്നിങ്ങനെ അങ്ങയുടെ ദൂതന്മാർ പ്രസ്താവിച്ചു. അപ്പം ഇത് അജാമിളന് മാത്രം കൊടുക്കുന്ന ഇതല്ല, നമ്മളോടൊക്കെ പറയുന്നതാണ് ഭഗവാന്റെ പാർഷദന്മാർ. നമ്മളും ഇതെല്ലാം ചെവിക്കൊള്ളണം. അടുത്ത ശ്ലോകം. അനേന ഭോജന്മ സഹസ്രകോടിഭിഃ കൃതേഷു പാപേഷു അഭിനിഷ്കൃതികൃതാഃ യദഗ്രഹീത് നാമ ഭയാകുലോ ഹരേഃ ഇതി പ്രഭോ ത്വത്പുരുഷാഭഭാഷിരേ. ഇനി യദഗ്രഹീത് നാമ ഭയാകുലോ ഹരേരിതി. ഹരേഹേ ഇതി എന്നും ഹരേരിതി എന്നും ഒന്നിച്ച് പറയാം. ഭയാകുലനായ ഇവൻ മരണസമയത്ത് പരവശനായിട്ടോ മറ്റു പ്രകാരമോ
എങ്ങനെയെങ്കിലും ചെയ്ത ഹരിനാമോച്ചാരണം ഒന്നുകൊണ്ട് മാത്രം 1000 കോടി ജന്മങ്ങളിൽ ചെയ്ത പാപത്തിൻ്റെ പ്രായശ്ചിത്തമായി കഴിഞ്ഞു എന്നിങ്ങനെ അങ്ങയുടെ പാർഷദന്മാർ പറഞ്ഞു, അല്ലെങ്കിൽ ഭാഷണം ചെയ്തു എന്ന് ഒരു പ്രാവശ്യം കൂടി വായിക്കാം. അമും ച സംഭാഷ്യ വികർഷതോ പടാൻ വിമുഞ്ചതേത്യാരുരുതൂർബലാദമീ നിവാരിതാസ്തേജഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം നിവേദയൻ ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേ വിഭോ ദണ്ഡനമസ്തി പണ്ഡിതാഃ ന നിഷ്കൃതി കിം വിദിതാ ഭവാദൃശാം ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാ വ്രതാദയഃ പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്തസേവാതു നികൃന്ദതി ദ്വയീം ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. അനേന ഭോജന്മ സഹസ്രകോടിഭിഃ കൃതേഷു പാപേഷു അപി നിഷ്കൃതി കൃതാ യദഗ്രഹീന്നാമ ഭയാകുലോ ഹരേഃ ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. ഇതോടുകൂടി ഇന്നത്തെ നാരായണീയ പഠനം കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ നാരായണ.